സ്വാഗതം ഗൈസ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പുതിയ വീഡിയോ വെച്ചാൽ നമ്മൾ ഇതല്ല ഗൈസ്, മോഡൽ എടുത്താണ്ട് ഒരു വീഡിയോ ആണ്, ഒരു ലോങ് വീഡിയോ ആണ്, റീൽസ് അല്ല. നമുക്ക് ഈ ഒരു മോഡ് വെച്ചാണ്ട് നമുക്കൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്താൽ കളിച്ചു നോക്കാം. വേൾഡ് ഇപ്പം ഞാൻ ക്രിയേറ്റ് ആക്കി വെച്ചാണ് ഈ മോഡത്തിൽ കാണുന്ന ഈ ഒരു വേൾഡാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കാം സെറ്റായിക്കണോ അറിയില്ല, നോക്കാം. സെറ്റായിക്കണോ ഇല്ലയെന്ന് അറിയില്ല. സെറ്റായില്ലേ, വേറെ എന്തെങ്കിലും വേണോ നോക്കട്ടെ ഗൈസ്. ശരിയാക്കുന്നുണ്ട്. ഞാൻ പറയാം. അപ്പോൾ ഗൈസ്, ഈ ഒരു മോഡ് വർക്ക് ചെയ്തിട്ടുള്ള തോന്നുന്നു. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാത്ത കാരണം പറഞ്ഞാൽ അതേ മറ്റൊരു മോഡലാണ് എടുത്തു. ഈ വസ്തുത്തത് പൈസ കൊടുക്കണം, അതായത് രണ്ടാമത്തത് പൈസ കൊടുക്കണം ഗൈസ്. പൈസ കൊടുത്താൽ ശരിയാവുള്ളൂ. നമുക്ക് ഈ ഒരു മോഡ് ഫെയിലായിരിക്കുന്നു ഗൈസ്. നമുക്ക് നെക്സ്റ്റ് മോഡ് നോക്കാം. നെക്സ്റ്റ് മോഡ് ഇതാക്കിയാണ്ട് നമുക്ക് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മോഡ് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. നമുക്ക് ഇതിൻ്റെ ട്രയലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ എൻ്റെ ട്രയലിലൊക്കെ നമുക്ക് അറിയിക്കാം, ചെറിയില്ല. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടാണെന്ന് പറയുന്നത്. നോക്കാം, ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതൊക്കെ സെറ്റാവും നോക്കട്ടെ. ഡൗൺലോഡ് ആവുന്നുണ്ട്, നോക്കട്ടെ, സെറ്റാവട്ടെ. കളിച്ചാലേ. അപ്പോൾ ഗൈസ്, വേൾഡ് ഒന്നും ക്രിയേറ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കളിച്ചാൽ നമുക്ക്. പിന്നെ മുന്നിൽ ഈ ഒരു കുഴി എടുക്കാൻ കാരണം നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്പോണായത്. അപ്പം നമ്മൾ അതിൻ്റെ ബ്ലോക്കൊക്കെ എടുത്തത്, നമ്മൾ ഈ ഒരു സൈഡിലാണ് നമ്മൾ സ്പോണായിട്ടുള്ളത്. ഈ ഭാഗം നമുക്കൊരു കുറച്ച് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. മൈ ഫസ്റ്റത്തെ ആട്. നമുക്ക് ഈ ആടിനെ കൊന്നിട്ട് പോവാം. എങ്ങോട്ടാ പോണത്? നിനക്ക് എങ്ങോട്ടാ പോണത്? നമ്മൾ ഫസ്റ്റത്തായി സെറ്റായി. അല്ലേ വേണ്ടല്ലേ തലക്കാലത്തിന്. ഈ ഒരു പൂവ് വെക്കാം. ഈ ഒരു പൂവ്, ഈ ഒരു കുജിരണ വെക്കാം. സെറ്റ്, അതൊക്കെ മതി തൽക്കാലത്തിൽ. നമുക്ക് ഒരു ആടിനെ കിട്ടി. നമുക്കൊരു കുറച്ച് വുഡ് വേണം. അത് നമുക്ക് പിന്നെ എൻജോയ്മെൻറ്റ് കൂടെ ആക്കണം. കുറച്ചൊക്കെ ഉണ്ട്. ഇതുപോലെ ഏത് ഭാഗത്ത് കയറും? ഈ ഭാഗത്ത് കൂടെ കയറാം.
ഈ ഭാഗത്തോടെ കയറിയിട്ട് ഇവിടെ ആകുമ്പോൾ അതിൽ നിന്ന് തുടങ്ങണ്ടല്ലോ. മുകളിൽ തന്നെ തുടങ്ങും. മുകളിൽ നിന്നാണ് വെട്ടി മുക്കിയെടുക്കുക. നെക്സ്റ്റ് ആട് ഇതിന് നമുക്കെടുക്കാം. ബ്ലാക്ക് പിന്നെ ബ്ലാക്ക് പൂണില്ല. വെയിറ്റ് നമുക്ക് ഒരു മഞ്ഞ വീട് ഉണ്ടാക്കാം. മുക്കിൻ്റെ ആടെ ആണ് നീങ്ങുമില്ല. കളിച്ചാലും ചാടേക്ക് നെക്സ്റ്റ് ആടിനെ കൊല്ലിന് മുന്നേ നമുക്ക് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കണം. ഫസ്റ്റ് എൻജോയിനിങ് ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ ഓക്കെ, അത് സെറ്റായി. സ്റ്റിക്കും സെറ്റായി. ഓ രാത്രി അവനായി. പെട്ടെന്ന് വേണം. ഫുഡ് കോടായി വേണം. വാട് തൽക്കാലത്തിന് ഇത് മതി. ആടിനെ കിട്ടി. നമ്മൾ എത്തല്ല, നമുക്ക് നീല കിട്ടും. അല്ലാതെ വരുന്നതിന് അല്ലേ കടിച്ചാൻ വേണ്ടി സമയം നോക്കിയ കടിച്ചാൻ പറ്റിയ സമയമാണിത്. കടിച്ചാൻ പറ്റിയ സമയം ഇത് ഇവിടെ വെക്കാം. നമ്മൾ നമ്മളെത്ര ദൂരം പോകുന്നു അറിയാറ്റും. അപ്പോൾ ബേബി ഈ സാധനം കാരണം നമുക്ക് ഇത്രയും പ്രശ്നങ്ങളാണ്. അതാണ് ചത്താലും വിടുവരുത്തിട്ട് രീസാനിത്. ഓക്കെ, നമ്മൾ പിന്നോടെ ഫോളോ ചെയ്ത് രീസാൻ. ഇതിൻ്റെ ചെറിയൊരു സൗണ്ട് കേൾക്കേണ്ട കാര്യം അതെന്താ നമ്മൾ വിടാത്ത സാധനം. ഒരു ബേബി. ഓ നെക്സ്റ്റ് എവിടെ ഒന്ന് പോയി ഇപ്പോഴും വിട്ടില്ലേ. അത് ബേബി അല്ല, മറ്റേ വില്ലേജ് ബേബി സോംബിയാണ്. ഓ ചത്ത് ഇരുട്ടായത് കൊണ്ടും കുടിച്ചൊന്നും കാണില്ല. എന്താ തിരിച്ചു വരും. എന്താ നമ്മൾ ഇവിടെയാണല്ലോ സ്പോൺ അതിന്. ഇവിടെ നിന്നാണ് നമ്മൾ ബ്ലോക്ക് എടുത്തു പോയില്ലേ. ഹൈറ്റേക്കര മൂണ്ടാതെ ഇങ്ങനെ പോകുമ്പോൾ വെച്ചിട്ടാ ഒരു ഇതിൻ്റെ ബക്കറ്റും പോലും ഇല്ല. നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് വണ്ടിയിൽ ഏത് ഭാഗത്തു നിന്ന് തിരിച്ചറിയില്ല. വരുന്ന സ്കെൽപ്പൻ്റെ വണ്ടി
ഇന്ന് തമ്മിൽ തല്ലുകൂടിയപ്പോൾ ഇന്ന് ഇത്തിരി ഇഞ്ഞ് പിന്നാലെ വരുന്നേ. ഇന്നിപ്പോൾ തല്ലുകൂടണമെന്നുണ്ടെങ്കിൽ ഇന്ന് തമ്മിൽ തല്ലുകൂടി. പക്ഷേ തല്ലുകൂടാൻ കഴിഞ്ഞില്ല. തല്ലുകൂടാൻ ഇഷ്ടമല്ല. വിടാതെ ഫോളോ ചെയ്ത് നോക്കാൻ ടീച്ചർമാർ സ്വയം ചെയ്തേട്ടോ. ഒരു മനുഷ്യന് ഞാൻ പേപ്പർ പൊഴിഞ്ഞാവും പഠിച്ചവനറിയാം. ആ കുഴി കണ്ടെത്തും വേണം. പിന്നെ കുറിച്ചൊക്കെ ഓടിപ്പിച്ചു. കുറിച്ചൊക്കെ ഓടിപ്പിച്ചു. കുറിച്ചൊക്കെ പോയി അവിടെ പോയി പോകുന്നു. ഈ ഭാഗമല്ല, ഈ ഭാഗത്തല്ല. എന്തൊരു ഉന്ന ചെയ്താനി എല്ലാവർക്കും ഉന്നായി പോയായി. എനിക്ക് ഏത് ഉയരാണെന്ന് പോയി ചാടിയാവല്ലോ. അപ്പം കീപ്പറോട് ചോദിക്കും, കീപ്പർ ചേട്ടാ. ഓ സ്കെൽറ്റിനെ കൊണ്ട് പിടിയാവുന്ന നമ്മൾ ഏത് ഉജ്ജ ചാടിയാവോ? എവിടുത്തെ ഉജ്ജയാണ്? ഒരു നാട്ടത്തെ കുച്ചില്ല. ഏത് രാജ്യത്തെ കുച്ചില്ല ഞാൻ ചാടിയത്? ഞാൻ പോട്ടെ, ഞാൻ പോയി. ചത്ത് നെയ്യത്തായി തുറപ്പിലായി. എത്രാമത്തെ ചത്തൊന്നും കാണിച്ചു തരില്ലല്ലോ. ഒന്നും കാണിച്ചു തരില്ല. കലതല്ലേ കണ്ടോ? നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ സ്പോണാവില്ല കേസ്. കാരണം നമ്മൾ ആ ബ്ലോക്കിൽ ഒരു പൂവും ഒരു ഇതും വെച്ച്. അപ്പോൾ ഫസ്റ്റത്തെ തുടക്കം തന്നെ ഒരു കുശാലായൊരു ജീവിതം. ഇത്ര ദൂരത്ത് വന്നിട്ട് അവൻ പൊട്ടിത്തെറിച്ച് അത് വെറുതെ വേൾഡിൽ നശിപ്പിക്കാനായിട്ട് വന്നൊരു ക്രീപ്പർ. അതാണ് ക്രീപ്പറിനെ ഏത് മെയിനാണത്? സോറി ഗൈസ്. സോറി. അയ്യോ ഓടിക്കോ. അമ്പ് പറന്നൊക്കെ വരുന്നത്. ഏത് കുച്ചില ഞാൻ പോയി ചാടിയത്? എൻ്റെ പഠിച്ച സംഭവമാണ്. ഒന്നും കാണിച്ചു തരുന്നില്ലല്ലോ. ബേബി സോമിന് പേടിച്ച് പോയത് ഞാൻ. ഏതോ ഒരു ലാസിന് വലിയൊരു കുജില ഞാൻ പോയി ചാടി. പക്ഷെ ഏത് കുജാണ്, അത് എവിടെയാണ്, ഏത് മൂലക്കൊന്നും ഒരു നിശ്ചയമില്ല. ഒക്കെ ഈ കുജിലാണ് പറഞ്ഞല്ലോ. അയ്യത്തായി. സമാധാനമല്ല.
സമാധാനമില്ല. നേരം വെളുത്തിട്ടേ ഞങ്ങൾ മീറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നേരം വെളുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി കുറച്ച് ഇന്നത്തെ ഇതൊക്കെ കളക്ട് ചെയ്യാം. നമുക്ക് അണ്ടർഗ്രൗണ്ട് പോകാനാണ്. ഭൂമിയുടെ അടിയിൽ പോകാനല്ല, ഭൂമി അടിയിലല്ല, നമുക്ക് നഷ്ടപ്പെട്ട സ്ഥലത്ത് പോകണം. മതിയാവും ചെറിയ പത്രം കിട്ടിയെന്ന് വെച്ചു. ഇത് മതിയാവും തോന്നുന്നു. 21 ഉണ്ട്, അത് മതി. ഇനി എനിക്ക് നേരെ നമ്മൾ വീണ കൊച്ചിക്ക് പോയേക്കണം. ഏതോ ഒരു മൂലക്കം തന്നെയാണ് നമ്മൾ വീണത്. ഇന്നൊക്കെ ഡീസ്പോണായി പോയിക്കണമെന്ന് അറിയില്ല. സമയം കൊണ്ടൊക്കെ ഡീസ്പോണായി പോകാനാണ് സാധ്യത. ഈ കുജിലൊന്നും പോകാൻ സാധ്യതയില്ല ഗൈസ്, കാരണം അതൊക്കെ ചെറിയ കുജാണ്. ചെറിയ കുജിൽ വീണാലൊന്നും അത്ര പെട്ടെന്ന് ചാവൂലമ്പ. ഇങ്ങനത്തെ എന്താ കുജിലൊക്കെ ആയിട്ടാണ് ഭൂമി ഒന്നും കാണില്ലല്ലോ അടിക്ക്. ഈ ഭാഗത്തേക്കാണ് നമ്മൾ വീണത്. ഏത് ഭാഗത്താണ് നമ്മൾ വീണത് ഒന്നും നിശ്ചയമില്ല ഗൈസ്. നമ്മൾ മണ്ടി പാഞ്ഞു നിന്നു, അവിടെ വീണു. അത്ര മാത്രമേ എനിക്ക് ഓർമ്മ ഉള്ളൂ. പക്ഷെ എങ്ങോട്ടാണ് വീണത്, ഏത് ഭാഗത്തൊക്കെ സാധനങ്ങൾ തെറിച്ചത് ഒന്നും ഓർമ്മയില്ല. ഏത് മൂലക്ക് പോയതുകൊണ്ടാണോ ഞാൻ ചാടിയതാവും. എന്താ അതാക്കാൻ കിട്ടി ഗൈസ്. നമുക്ക് നമ്മളെ സ്ഥലം കിട്ടി ഗൈസ്. യോഗല്ലേ, താഴത്തെ യോഗല്ലേ, പേടിയാവുന്നു. എത്തണില്ലല്ലോ കഴിച്ചത്. നമുക്ക് പോയ സാധനങ്ങളൊക്കെ കിട്ടി ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ളെന്ന് തോന്നുന്നു നമുക്ക് പോയ സാധനങ്ങളൊക്കെ. ഇനി വേറെ നമുക്ക് ഇവിടെ തന്നെ കുറച്ച് ഇതൊക്കെ സംഘടിപ്പിക്കാം. ഫസ്റ്റ് നമുക്ക് സോംബി കാര്യങ്ങളൊന്നും ഇവിടെ അല്ലല്ലോ. ഇല്ലെന്നാണ് ഇതൊരു സന്തോഷം. ഇല്ലെങ്കിലും സന്തോഷമാണ്. ഇല്ലാതെ നല്ലത്.
ഞാൻ ഈ കോഡ് മൊത്തം കളക്ട് ചെയ്തിട്ട് ഗൈസ് വരാം. അപ്പോൾ ഗൈസ് കോളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ല അയണൊക്കെ ഇവിടുന്ന് തന്നെ എടുത്താണ്ട് പോവാം നമുക്ക്. കാരണം ഇനി തിരഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിലോ. എപ്പോഴും ഉള്ളൊരു ഇതാണിത്. ഇതല്ല, എപ്പോഴും ഉള്ളൊരു അവസ്ഥയാണിത്. അയണ് നോക്കുമ്പോൾ ഒറ്റ ഒരു വാക്കും കിട്ടൂല. അപ്പം നമുക്ക് ഇപ്പം തന്നെ ഒരു ഇതുണ്ടാക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്ത് കഴിച്ചു ഞാനാക്കി ഫാനൊക്കെ പഠിച്ചു. നമുക്ക് മറ്റേ ആടിൻ്റെ ഫുഡൊക്കെ നമുക്ക് കൊടുക്കുക. ആടിൻ്റെ എത്ര ആയണോട്ട് നോക്കാം. നമുക്ക് ചോദ്യം ചോദിച്ച കേസ് ആരോ പേരാകുന്നില്ല. 1 2 3 4 ഇവിടുന്ന് 5 കിട്ടി. പിന്നെ മുകൾ ഭാഗത്തുനിന്ന് കണ്ടായിരുന്നു. ഞാൻ കൊടുക്കുന്ന എത്താണെന്നുണ്ടെങ്കിൽ ആരപ്പത്ര പ്രാഗണമെന്ന് അറിയില്ല ഗൈസ്. ആരൊക്കെ ഓ മൈ ഗോഡ് സ്കെൽറ്റൻ ഗൈസ്. നമുക്ക് ഗൈസ് ഇവിടുന്ന് എത്ര ആയെന്ന് നോക്കാം. 1 2 3 4 5 അയൺ കിട്ടി. മൊത്തം എത്ര കിട്ടി? 10 കിട്ടി. 10 അയൺ കിട്ടി. അത്ര 10 അയൺ ഗൈസ്. ഇപ്പോൾ തൽക്കാലത്തിന് 10 അയൺ മതി. കാരണം ഈ കൊച്ചിന് രക്ഷപ്പെടണം. ഈ കൊച്ചിന് രക്ഷപ്പെട്ടു. നമുക്ക് പിക്ലിസിൻ്റെ ഇതൊക്കെ മോനെ ഇങ്ങോട്ടൊന്ന് ഇതിൻ്റെ അത്യാവശ്യമുള്ള സാധനമാണ് ശരി. നീല പൂവ് ഇത് നമുക്ക് അത്യാവശ്യമില്ല. 3 വേണം. ഓക്കെ നമുക്ക് ഇനി വേഗം ഇപ്പോൾ ഇതാക്കാല കാര്യമില്ല. അയ്യോ
ആ കൊതിക്കും ചാടും. സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. മറ്റേതായിട്ടൊന്നും ഞാൻ ബ്ലൂഡ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പിന്നെ നമുക്ക് ഇതല്ല ഇത് ഓക്കെ. സെറ്റായിട്ടുണ്ട്. അതും സെറ്റ്. പറ്റൂല. കാരണം സോംബിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചുറ്റോടങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ എന്താണ് ഫുള്ള് തന്നെ ഉള്ളൂ. കുഴിച്ചിനടുത്ത് മൊത്തം എന്താണല്ല ഒരു കല്ലല്ലാതെ വേറെ കല്ലൊന്നുമില്ല വാടിയിൽ. ഇതെന്താ ഇന്നത്തെ കല്ലല്ലാത്ത വേറെ കല്ലൊന്നുമില്ല. ഇത് ഞാൻ വേറെ കല്ലൊക്കെ ഉണ്ടാക്കട്ടെ. ഇതൊക്കെ ഫുള്ള് തന്നെയാണല്ലോ, ഫുള്ളി കല്ല്. വേറെ കല്ല് ഇങ്ങനത്തെ കല്ല് കിട്ടി. അപ്പം ഇവിടെ നിന്ന് മൈൻഡ് ചെയ്ത് ഇവിടെ കടക്കാൻ പോണു. ഇവിടെ വെച്ചിട്ട് നമ്മളെ രണ്ടാമത്തെ നൈറ്റും കഴിഞ്ഞു. അപ്പം നമുക്ക് നേരെ ഇനി മുകളിൽ പോകാം ഗൈസ്. ഇന്നത്തെ രാത്രി കഴിഞ്ഞ് നമുക്ക് വില്ലേജ് കണ്ടെത്തണം. വില്ലേജാണ് നമുക്ക് ഏറ്റവും പ്രധാനം ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട് അന്വേഷിക്കേണ്ടതാവില്ല. വീട് ഉണ്ടാക്കാനാക്കിയത് പെട്ടെന്ന്. പൂവൊക്കെ ഇവിടെയൊക്കെ ഇന്ന് കഴിച്ചു. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തെ അവസ്ഥയല്ല. ഇനി നമുക്ക് ഓരോ യൂട്യൂബുകാരും ഓരോ ആ ഭാഗത്തുള്ള പച്ച പോലത്തെ ഒരു സ്ഥലത്താണ് ഒരു വീട് ഉണ്ടാക്കൽ. ഇനി നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് നമുക്ക് വേറെ വേൾഡ് ഇതേമാറ്റൊക്കെ വേറെ ഓരോ സ്ഥലങ്ങളുണ്ടാവില്ലേ. ഇന്ന് നമ്മൾ ആ സ്ഥലത്തെ വില്ലേജ് കണ്ടുപിടിച്ച് ആ വില്ലേജിലാണ് നമ്മൾ ഇനി വീടുണ്ടാക്കാൻ പോകുന്നത്. നമുക്കിനി ഈ ഒരു വേൾഡിൽ നമുക്ക് വീടുണ്ടാക്കാം. ഈ വേൾഡിൽ വീടുണ്ടാക്കിയ ആൾക്കാരുണ്ടാവും എന്ന് അറിയില്ല. ഉണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവാനാണ് സാധ്യത. നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും. കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. റീൽസിലൊക്കെ കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. പക്ഷെ ആരും ലൈക്ക് ചെയ്യണില്ല, സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങളെ ആരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കുറച്ച് വേൾഡുള്ളൂ ഇന്നത്തേത്.
ഇന്നത്തെ സ്ഥലം കുറച്ചുള്ളൂ കേട്ടോ. നമുക്ക് ഞാൻ ആ ഭാഗത്ത് പോയേക്കാം. ഈ നേരെ കാണുന്ന വീട്ടിൽ പോയേക്കാം. വീട്ടിലല്ല, ഇതേ മറ്റു സ്ഥലത്ത് അങ്ങോട്ട് പോയേക്കാം. ഇത് കുറച്ചുള്ളൂ തോന്നുന്നു. എല്ലാവരും ഇത്രയും നേരം നമ്മൾ പോയിട്ടൊരു വില്ലേജ് കാണില്ല. ആ മത്തം കണ്ടു.